ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ പലഹാരമാട്ടോ കാണിക്കുന്നത്. പച്ചരിയും നേന്ത്രപ്പഴമൊക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി പലഹാരമാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പച്ചരി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇതിന് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ ഒരു 3-4 മണിക്കൂറൊക്കെ നന്നായിട്ട് കുതിർത്തിട്ടുണ്ടാവണം. അപ്പോഴാണ് അത് നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. ഇനി ഇതിൽ ആ വെള്ളമൊക്കെ മുഴുവനായിട്ട് മാറ്റിയതിന് ശേഷം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ അളവ് കൂടുതലാവരുത്, 2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ വെള്ള ചോറാണ് എടുത്തിരിക്കുന്നത്, ഏത് തരം ചോറായാലും കുഴപ്പമില്ല. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചേർക്കാം. അതിന് ശേഷം ഈ പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ അതിൻ്റെ തൊലി മാറ്റിയതിന് ശേഷം കുരു മാത്രമായിട്ട് എടുത്തിട്ടുണ്ട്, അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്, അതിന് ഏകദേശം ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതിൽ തരികളുണ്ടാകാൻ പാടില്ല, ആ രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേന്ത്രപ്പഴമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിന് നമ്മൾ നേന്ത്രപ്പഴം തന്നെ എടുക്കണം. നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ പലഹാരം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ആ പഴത്തിൻ്റെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ വേണം അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിനി ഈ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ മാവിൽ നമ്മൾ ആ 1 കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട്. ബാക്കി 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് മാവുള്ളത്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് നെയ്യ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നെയ്യോ വെളിച്ചെണ്ണയോ ഏതായാലും എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നാളികേരക്കൊത്തിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂൺ നാളികേരക്കൊത്താണ് ചേർത്തിരിക്കുന്നത്. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ റെസിപ്പിയിൽ നമുക്ക് വേണമെങ്കിൽ ഈ നാളികേരക്കൊത്തിൻ്റെ കൂടെ കുറച്ച് ചെറിയ ഉള്ളി മൂപ്പിച്ച് ചേർക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം ചേർത്തിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ കലത്തപ്പത്തിൽ നാളികേരക്കൊത്തിൻ്റെ കൂടെ ചെറിയ ഉള്ളി ചേർക്കാറുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ പഴം ചേർത്തിട്ടുള്ള കലത്തപ്പം ആയതുകൊണ്ട് നാളികേരക്കൊത്ത് മാത്രമേ ചേർക്കണുള്ളൂ, ചെറിയ ഉള്ളി ചേർക്കണില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 3-4 ചെറിയ ഉള്ളിയും കൂടി ഇതിൻ്റെ കൂടെ മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഒരു 180 ഗ്രാം ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിലിപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം കൂടി ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ പഴത്തിൻ്റെ മധുരം കൂടി കണക്കാക്കിയിട്ടുള്ള മധുരമാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ്. പിന്നെ കൂടുതലായിട്ട് വേണമെങ്കിൽ അപ്പോൾ 200 ഗ്രാം വരെയൊക്കെ ചേർക്കാം. ഇനി ഇത് ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 1/3 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അതായത് ഒരു 1/4 കപ്പിനും 1/2 കപ്പിനും ഇടയിലുള്ള വെള്ളം, ഒരു 6 ടേബിൾ സ്പൂൺ വെള്ളം. എന്നിട്ട് ഈ ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി വന്നാൽ മതി, നൂൽപ്പരുവൊന്നും ആവണ്ട. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഈ ചൂടോട് കൂടി തന്നെ നമുക്ക് ആ മാവിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു അരിപ്പ വെച്ചിട്ട് അതൊന്ന് അരിച്ചൊഴിച്ചു കൊടുക്കാം. ഇത് അരിച്ചൊഴിക്കുമ്പോൾ തന്നെ ഈ മാവ് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരപ്പാനി നല്ല ചൂടുള്ളതായതുകൊണ്ട് മാവ് കുറച്ചൊന്ന് വേവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കട്ട കെട്ടുന്നതിന് മുൻപായിട്ട് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ ഒരു വിസ്ക് കയ്യിലുണ്ടെങ്കിൽ ആ വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർക്കാം, നല്ല ജീരകത്തിൻ്റെ പൊടി. പിന്നെ അതിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ നേരത്തെ നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള ആ നാളികേരക്കൊത്തുണ്ടല്ലോ, അതൊന്നൊരു 2 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ഇതിലേക്ക് ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കേണ്ടത്. ബേക്കിംഗ് സോഡ ചേർക്കാതെ വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം, ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവില്ല. പക്ഷേ കലത്തപ്പത്തിൻ്റെ ആ ഒരു കറക്റ്റായിട്ടുള്ള ഷേപ്പും ടെക്സ്ചറൊക്കെ കിട്ടുക ഈ ഒരു ബേക്കിംഗ് സോഡ ചേർക്കുമ്പോഴാണ്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി, ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവാണ് നമുക്ക് കലത്തപ്പത്തിന് വേണ്ടത്. അപ്പോൾ ഈ മാവിൽ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടില്ലെങ്കിൽ കലത്തപ്പം ശരിയായി കിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മൊത്തത്തിൽ ആ അരി അരച്ചെടുക്കാനും ശർക്കര ഉരുക്കിയെടുക്കാനും കൂടിയിട്ട് 1 കപ്പും
6 ടേബിൾ സ്പൂണും വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു പരുവത്തിലുള്ള മാവാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കണം. നമ്മൾ ആ ചൂടുള്ള ശർക്കരപ്പാനി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തുകൊണ്ട് മാവിന് ചെറുതായിട്ടൊരു ചൂടുണ്ടാവും. ആ ചൂട് മാറുന്നതിന് മുൻപായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയുടെ കൂടെ 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയോ നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ടത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. അത്രയും നല്ല ചൂടിൽ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് കലത്തപ്പത്തിന് കറക്റ്റായിട്ടുള്ള ടെക്സ്ചർ വരുള്ളൂ. എന്നിട്ട് പിന്നെ നമ്മളിത് ഏകദേശം ഒരു 40-50 സെക്കൻഡ് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അപ്പോൾ ആ സമയത്ത് നമുക്കിതിൻ്റെ മേലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ നാളികേരക്കൊത്ത് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അടച്ച് വയ്ക്കുമ്പോൾ കുക്കറിൻ്റെ ആ വിസിൽ ഊരി മാറ്റിയിട്ട് വേണം അടച്ച് വയ്ക്കാൻ. എന്നിട്ടിത് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഒരു പഴയ പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിൻ്റെ മേലെ ഈ കുക്കർ വെച്ചിട്ടാണ് നമ്മളത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആ പാൻ ആദ്യം അടുത്ത സ്റ്റവിൽ നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്കിത് വെന്ത് കിട്ടാൻ ഏകദേശം 20 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ട്. സാധാരണ കുക്കറിൽ നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും സമയം എടുക്കില്ല. ഒരു 10-15 മിനിറ്റിനുള്ളിൽ റെഡിയായി കിട്ടും. ഇതിപ്പോൾ പാൻ അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുക്കർ വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതുകൊണ്ട് ഒരു 20 മിനിറ്റ് സമയമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സമയത്തിനൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസമൊക്കെ വരും. നമ്മൾ കുക്കറിൻ്റെ തിക്നെസ്സിനനുസരിച്ചും അതുപോലെ നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ചൊക്കെ വ്യത്യാസം ഉണ്ടാവും. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുക. എന്നിട്ട് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ കലത്തപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ആ മേൽഭാഗമൊക്കെ കണ്ടില്ലേ, തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, കയ്യിലൊന്നും ഒട്ടി പിടിക്കണില്ല, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ സൈഡൊക്കെ അതുപോലെ ഒന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മളിതുപോലെ ഒരു സ്പാറ്റിലോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ആ സൈഡിൽ കൂടെ ഒക്കെ ഒന്നങ്ങോട്ട് വിടിയിച്ചെടുത്താൽ മതി. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ആരൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലുള്ളൊരു ടെക്സ്ചറാണ്. പിന്നെ അതുപോലെ അതിൻ്റെ ഉൾഭാഗം കണ്ടില്ലേ, അത്യാവശ്യം നല്ല ആരൊക്കെ വന്നിട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്താണെങ്കിലും അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഈ ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ കലത്തപ്പം ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ മറക്കാതെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പീസായിട്ട് ഇനി വീണ്ടും കാണാം. താങ്ക്